ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടെക്നിക് മലയാളം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് OnePlus 12R ക്യാമറ റിവ്യൂ ആണ്. അപ്പോൾ OnePlus 12R നമുക്കറിയാം 40,000 രൂപയ്ക്ക് കിട്ടാവുന്ന ഒരു പവർഫുൾ ഡിവൈസാണ്. അപ്പോൾ ഇതിനകത്ത് കഴിഞ്ഞ വർഷത്തെ പോലെ OnePlus 11R പോലെ തന്നെ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വന്നിരിക്കുന്നത്. ഏറെക്കുറെ ക്യാമറ സെറ്റപ്പും സെയിം ആണ്, എന്നാൽ പ്രോസസ്സർ മാറിയിട്ടുണ്ട്. സ്നാപ്ഡ്രാഗൺ 8 Gen 2 പ്രോസസ്സറാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ചേഞ്ച് ഡെഫിനറ്റ്ലി നമുക്ക് ഇതിനകത്തുണ്ട്. ബാക്കിയെല്ലാം തന്നെ ഓൾമോസ്റ്റ് സിമിലർ എക്സ്പീരിയൻസ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് OnePlus 12R ഒരു ഡീറ്റെയിൽ ക്യാമറ റിവ്യൂയിലേക്ക് പോകാം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. ഈ ക്യാമറ ഹാർഡ്വെയർ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു പ്രൈമറി സോണി IMX890 സെൻസറാണ് വരുന്നത്. അത് 50 MP ഷൂട്ടറാണ്. f1.8 അപ്പേച്ചറാണ്. OIS-ഉം EIS സപ്പോർട്ടും ഉണ്ട്. പിന്നെ ഒരു 8 MP അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ്. f2.2 അപ്പേച്ചറാണ്. അതിനൊപ്പം തന്നെ നമുക്കൊരു 2 MP മാക്രോ സെൻസറാണ്. ഈ സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് 16 MP f2.4 അപ്പേച്ചറുള്ള സെൽഫി ക്യാമറയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏറെക്കുറെ ക്യാമറ സെറ്റപ്പ് സിമിലറാണ്. അപ്പോൾ പ്രോസസ്സറിൻ്റെ ചേഞ്ചിൽ എത്രത്തോളം ക്യാമറ വ്യത്യാസമുണ്ട് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ OnePlus 12R ഒരു ഡീറ്റെയിൽ ക്യാമറ റിവ്യൂയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഡെയിലൈറ്റ് ക്യാപ്ചേഴ്സ് നോക്കാം. ഡെയിലൈറ്റ് ക്യാപ്ചേഴ്സ് നോക്കുമ്പോൾ നമുക്ക് കാണാം നല്ല ഡീറ്റെയിൽസ് ഉണ്ട്. അതേപോലെ ഡൈനാമിക് റേഞ്ചും നല്ല കളേഴ്സാണ്. വളരെ നാച്ചുറൽ ലുക്കിംഗ് കളേഴ്സാണ്. ഓവർ സാച്ചുറേഷൻ ഇഷ്യൂസോ അങ്ങനത്തെ ഒന്നും തന്നെ ഇല്ല. നല്ല ഡീറ്റെയിൽസും ഉണ്ട്. ഷാർപ്നെസ് ലെവൽസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല. നമ്മൾ സൂം ഇൻ ചെയ്ത് നോക്കിയാലും അത്യാവശ്യം നല്ല ഡീറ്റെയിൽസ് ഉണ്ട്. ഷാർപ്നെസ് ലെവൽസും കുഴപ്പമില്ല. അപ്പോൾ ഒരു അക്സെപ്റ്റബിൾ ക്യാമറ എന്ന് ഡെഫിനറ്റ്ലി നമുക്ക് പറയാം. ഇഷ്യൂസ് ഒന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്തിട്ടില്ല. പിന്നെ കളേഴ്സ് ആണെങ്കിലും ഡൈനാമിക് റേഞ്ച് ആണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓവറോൾ ഡെയിലൈറ്റ് ക്യാപ്ചേഴ്സിൽ എനിക്ക് തോന്നുന്നു നല്ല ഒരു ക്വാളിറ്റി ക്യാമറയാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. എന്നാലൊരു ദ ബെസ്റ്റ് എന്നൊന്നും പറയാനില്ല. എന്നാലും ഡിസപ്പോയിൻറ്റിംഗ് അല്ലാത്ത ഒരു നല്ല ക്യാമറ സെറ്റപ്പാണ് OnePlus 12R ഓഫർ ചെയ്തിരിക്കുന്നത്. ഇനി അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയ്ക്ക് പോകുമ്പോൾ ഇത് 8 MP ഷൂട്ടറാണ്. വെറും ആവറേജ് ക്വാളിറ്റി എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. 8 MP അതിൻ്റേതായ പരിമിതികളുണ്ട്. അപ്പോൾ അത് വെച്ച് കളേഴ്സ് കുഴപ്പമില്ല. സെയിം ആസ് പ്രൈമറി ക്യാമറ എന്ന് വേണ്ടി പറയാം. എന്നാൽ ഡീറ്റെയിൽസ് അത്ര പോലെ ഒരു ആവറേജ് ക്യാമറ സെറ്റപ്പ് എന്ന് മാത്രമേ അൾട്രാ വൈഡ് ആംഗിളിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. ഇനി ക്ലോസപ്പ് ഷോട്ട്സ് എടുക്കുകയാണെങ്കിൽ ഇവിടെ നല്ല ഷാർപ്നെസ് ലെവൽസാണ്. ഡീറ്റെയിൽസും നല്ലതാണ്. അതേപോലെ തന്നെ ഡൈനാമിക് റേഞ്ചും വളരെ മികച്ചതായിട്ട് എനിക്ക് തോന്നി. കളേഴ്സാണ്, കളർ റീപ്രൊഡക്ഷൻ വളരെ മികച്ചതാണ്. അപ്പോൾ ആ ഒരു ആസ്പെക്ട്സിൽ OnePlus 12R നല്ലൊരു പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത് ക്ലോസപ്പ് ഷോട്ട്സിൽ. പിന്നെ ഇതിനൊപ്പം തന്നെ ഇതിനകത്തൊരു മാക്രോ ക്യാമറയും കൂടെ ഉണ്ട്. ഒരു 2 MP മാക്രോ സെൻസറാണ് വരുന്നത്. അതും എനിക്ക് തോന്നുന്നു കുഴപ്പമില്ലാത്ത ഒരു ആവറേജ് ലെവൽ ഓഫ് എക്സ്പീരിയൻസ് വരുന്നുള്ളൂ. ഷാർപ്നെസ് ലെവൽസ് അത്രയ്ക്കൊരു മികച്ചതല്ല. ഓഫ് കോഴ്സ് 2 MP അതിൻ്റേതായ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഡീസൻറ്റ് എക്സ്പീരിയൻസ് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇനി പോർട്രേറ്റ്സിലേക്ക് പോകുമ്പോൾ ഇവിടെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പോർട്രേറ്റ്സ് വന്നിട്ടുണ്ട്. എസ്പെഷ്യലി സ്കിൻ ടോൺസ് ആണ് വളരെ നാച്ചുറൽ അല്ലെങ്കിലും എന്താ പറയുക, വൈറ്റിംഗ് എഫക്റ്റ് അധികമൊന്നുമില്ല. പ്രത്യേകിച്ച് എഡ്ജ് ഡിറ്റക്ഷൻ നല്ലതാണ്. കളേഴ്സും കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ട്. എന്നാൽ ചില ഇമേജസിൽ എഡ്ജ് ഡിറ്റക്ഷൻ അത്രയ്ക്ക് മികച്ചതായിട്ടും എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഓവറോൾ പറയുക പോർട്രേറ്റ്സ് കുഴപ്പമില്ല. പിന്നെ ചില ഇമേജസിൽ ബാക്ക്ഗ്രൗണ്ട് ഡൈനാമിക് റേഞ്ച് വളരെ ഓവർ എക്സ്പോസ്ഡ് ആയിട്ട് എനിക്ക് തോന്നി. എന്നാൽ പോലും ഒരു അബവ് ആവറേജ് പോർട്രേറ്റ് എക്സ്പീരിയൻസും പറയാം. ഇനി ലോ ലൈറ്റിലേക്ക് പോകുമ്പോൾ ഇൻഡോർ ലോ ലൈറ്റിൽ എടുത്ത ഫോട്ടോസൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല. നല്ല ഡീറ്റെയിൽസ് ഉണ്ട്. ഷാർപ്നെസ് ലെവൽസും കുഴപ്പമില്ല. കളേഴ്സ് ആണെങ്കിൽ തന്നെ നല്ല രീതിയിലാണ് വന്നിരിക്കുന്നത്. ഇനി എക്സ്ട്രീം ലോ ലൈറ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് നൈറ്റ് മോഡ് ടേൺ ഓൺ ചെയ്യണമായിരിക്കും ബെറ്റർ. അവിടെയും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നൈറ്റ് സ്കൈ അതേപോലെ തന്നെ റീറ്റെയിൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഷാർപ്നെസ് ലെവൽസ് ഒരു എബവ് ആവറേജ് ക്വാളിറ്റി എന്ന് മാത്രമേ പറയാൻ പറ്റൂ. കുറച്ചും കൂടെ ബെറ്റർ ആക്കാം എന്നാണ് പറയുന്നത് എനിക്ക് തോന്നുന്നത്. എന്നാൽ പോലെ ഒരു ഡിസപ്പോയിൻറ്റിംഗ് എക്സ്പീരിയൻസ് ഒരിക്കലും അല്ല. ഡൈനാമിക് റേഞ്ച് നല്ലതാണ്. കളേഴ്സും കുഴപ്പമില്ല. ഷാർപ്നെസ് ലെവൽസ് അക്സെപ്റ്റബിൾ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഓവറോൾ ക്വാളിറ്റീൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഒരു ഷാർപ്നെസ് ലെവൽസ് നോയ്സ് റിഡക്ഷനും കുറച്ചും കൂടെ ബെറ്റർ ആക്കാമായിരുന്നു എനിക്ക് തോന്നുന്നു. ഇനി സെൽഫീസിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഒരു 16 MP സെൽഫി ക്യാമറയാണ്. ഈ ക്യാമറ എനിക്ക് ഇഷ്ടപ്പെട്ടു. സെൽഫി ക്യാമറ കുഴപ്പമില്ല. അത്യാവശ്യം നല്ല ഡീറ്റെയിൽസ് ഉണ്ട്. ഫേസിലൊക്കെ തന്നെ നല്ല ഒരു ഇമ്പാക്റ്റും വന്നിട്ടുണ്ട്. അതേപോലെ കളർ റീപ്രൊഡക്ഷൻ ആണെങ്കിലും ഷാർപ്നെസ് ലെവൽസ് ആണെങ്കിലും കുഴപ്പമില്ല. അതേപോലെ തന്നെ പോർട്രേറ്റ് സെൽഫീസിലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് വരുന്നത്. എഡ്ജ് ഡിറ്റക്ഷനൊന്നും കുഴപ്പങ്ങളൊന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്യില്ല. അപ്പോൾ ഓവറോൾ സെൽഫി ക്യാമറ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി വീഡിയോ റെക്കോർഡിങ്ങിലേക്ക് പോകുമ്പോൾ 4K 60 FPS സപ്പോർട്ട് ഉണ്ട്. സ്റ്റെബിലൈസേഷൻ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. കുഴപ്പങ്ങളൊന്നും തന്നെ നോട്ടീസ് ചെയ്യില്ല. എന്നാൽ കളേഴ്സ് കുറച്ചൊരു വൈറ്റ് ബാലൻസ് ഇഷ്യൂ ഉണ്ടെന്ന് പറയാം. പിന്നെ ചില സമയത്ത് പാൻ ചെയ്യുമ്പോൾ നമ്മൾ ചെറിയൊരു രീതിയിൽ ജെർക്കിങ് കാണാനുണ്ട്. ആ ഒരു ഇഷ്യൂ ഒന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ ബാക്കി എല്ലാം കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ക്യാമറ വീഡിയോ റെക്കോർഡിങ്ങിന് കുഴപ്പമില്ല. വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ 1080p 60 FPS ഫുട്ടേജും ഇതേപോലെ തന്നെയാണ്.
സ്റ്റെബിലൈസേഷൻ കുഴപ്പമില്ല. അതേപോലെ കളേഴ്സും വെരി സിമിലർ ടു പ്രൈമറി ക്യാമറ എന്ന് പറയാം. വലിയൊരു ഡിഫറൻസ് ഒന്നും തന്നെ നോട്ടീസ് ചെയ്തില്ല. അപ്പോൾ ഓവറോൾ വീഡിയോ റെക്കോർഡിംഗ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവാം. ഒരു 40,000 രൂപയ്ക്ക് കുറച്ചുകൂടി ബെറ്റർ വീഡിയോ റെക്കോർഡിംഗ് ഡെഫിനറ്റ്ലി കൊടുക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനൊപ്പം തന്നെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഉണ്ട്. ഇവിടെ കളേഴ്സ് വളരെ മ്യൂട്ടഡ് ആയിട്ട് എനിക്ക് തോന്നി. അത്രയ്ക്ക് ഒരു നാച്ചുറൽ ലുക്കിംഗ് കളേഴ്സ് അല്ല. പ്രത്യേകിച്ച് വൈറ്റ് ബാലൻസിന് ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ 8 മെഗാ പിക്സൽ അൾട്രാ വൈഡിലെ ക്യാമറ ഫുട്ടേജ് എനിക്ക് തോന്നുന്നു വളരെ ആവറേജ് ആയിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ വീഡിയോ ക്വാളിറ്റി ഡെഫിനറ്റ്ലി ഒന്നും കൂടെ ബെറ്റർ ആക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. So this is the front facing camera sample taken with the OnePlus 12R. You can record videos only in 1080p resolution, so you can judge yourself how good the clarity of the videos and also the audio output. So this is the front facing camera sample taken with the stabilization turned on the OnePlus 11R. Once again, this is in 1080p resolution and there is no 4K support on the front camera. അപ്പോൾ ഇതായിരുന്നു OnePlus 12Rൻ്റെ ഡീറ്റെയിൽ ക്യാമറ റിവ്യൂ. അപ്പോൾ ഓൾ ഇൻ ഓൾ പറയുക ക്യാമറ കുഴപ്പമില്ല. അതായത് നമ്മളൊരു നോർമൽ യൂസർ ആണെങ്കിൽ എനിക്കൊന്ന് ക്യാമറാസ് സാറ്റിസ്ഫൈങ് ആണ്, ഡിസപ്പോയിൻറ്റിങ് ഡെഫിനറ്റ്ലി അല്ല. കാരണം ഡേ ലൈറ്റ് ക്യാപ്ചേഴ്സ് ആണെങ്കിലും ലോ ലൈറ്റ് ആണെങ്കിലും പോർട്രേറ്റ്സ് ആണെങ്കിലും ക്ലോസപ്പ് ഇമേജസ് ആണെങ്കിലും സെൽഫീസ് ആണെങ്കിലും എല്ലാത്തിലും തന്നെ ഒരു എബോവ് ആവറേജ് ക്വാളിറ്റി ഡെഫിനറ്റ്ലി നമുക്ക് കാണാൻ സാധിക്കും. ചുരുക്കി പറയുക ഇതൊരു ദ ബെസ്റ്റ് ക്യാമറ എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാൽ മോശമായ ക്യാമറ എന്നും പറയാൻ പറ്റില്ല. ഒരു മിഡിൽ റേഞ്ചിൽ എന്ന് വേണമെങ്കിൽ പറയാം. അത്യാവശ്യം ഒരു ഡീസൻറ്റ് എക്സ്പീരിയൻസ് ആണ്. എന്നാൽ ഒരു ക്യാമറ സെൻട്രിക് ഡിവൈസാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ പ്രോബ്ലി ബെറ്റർ ഡിവൈസസും ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഓവറോൾ പറയുക ക്യാമറ ഡിസപ്പോയിൻറ്റിങ് ഡെഫിനറ്റ്ലി അല്ല, എന്നാൽ ചെറിയ ഏരിയാസിൽ ഇമ്പ്രൂവ്മെൻറ്റും ആവശ്യമുണ്ട്. അപ്പോൾ ഇതായിരുന്നു OnePlus 12Rൻ്റെ എൻ്റെ ഒരു ഡീറ്റെയിൽ ക്യാമറ റിവ്യൂ. ഇതെൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നായിരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് day.